ഡിസൈൻ ഒട്ടും ക്രിയേറ്റീവ് ആവുന്നില്ല എന്ന പരാതി കേൾക്കേണ്ടി വരുന്ന ഡിസൈനറാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കൂ, നിങ്ങൾ ക്രിയേറ്റീവ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പായ ക്രിയേറ്റീവ് ഡിസൈനിങ്. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ ഒരു ക്രിയേറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൾഡർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ ഫോൾഡറിലേക്ക് പോകാം. ഇവിടെ എനിക്ക് വർക്ക് ഫയൽ അതുപോലെ കണ്ടന്റ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. സോ നമുക്ക് ഫോട്ടോഷോപ്പ് ഫയലിലേക്ക് പോകാം. ഓൾറെഡി എനിക്ക് ആവശ്യമായ ഡോക്യുമെന്റ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോഗോ, മറ്റ് കോൺടാക്ട് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സിമ്പിൾ ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മൾ ഫൂട്ടർ ഡിസൈനിങ് ആണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ള വർക്കിലേക്ക് നമ്മൾ കടന്നു പോയത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ലോഗോ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അലൈൻ ചെയ്തൊന്ന് ഭംഗിയാക്കി വളരെ നീറ്റായ ഒരു നല്ലൊരു പ്ലേസ്മെന്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ലോഗോ സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ആ കോൺടാക്ട് ഡീറ്റെയിൽസിൽ നമുക്ക് മൊബൈൽ നമ്പർ ഈ ഒരു ഏരിയയിലായിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ കയ്യിലുള്ളത് അഡ്രസ് ആണ്. ഈ അഡ്രസ്സ് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവെക്കുകയാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ആ വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തു. ഇത്രയും ലെയേഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കി. ദെൻ അതിൻ്റെ ഒരു പേര് കൊടുക്കാം. നമുക്ക് HD എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ളത് കണ്ടന്റ് ആണ്. കണ്ടന്റ് നമുക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവരാം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കണ്ടന്റ്. വി മേക്ക് നെക്സ്റ്റ് ജനറേഷൻ ആനിമേറ്റേഴ്സ്, ലേൺ ആനിമേഷൻ ഫ്രം ആർട്ടിസ്റ്റ് അക്കാഡമി, അഡ്മിഷൻ സ്റ്റാർട്ടഡ്. ഇത്രയാണ് നമ്മുടെ കണ്ടന്റ്. അപ്പോൾ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്, മെയിൻ ക്യാപ്ഷൻ വി മേക്ക് നെക്സ്റ്റ് ജനറേഷൻ ആനിമേറ്റേഴ്സ് എന്നാണ് അവർ തന്നിട്ടുള്ളത്. എല്ലാം ഒന്ന് കോപ്പി ചെയ്യാം, ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഈ കണ്ടന്റിന് 3 ലെയറുകളായിട്ട് ഞാൻ മാറ്റാൻ പോവാണ്. അങ്ങനെ 3 ലെയർ ആക്കിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ 2 ലെയർ ഹൈഡ് ചെയ്യാണ്. അതിനുശേഷം വി മേക്ക് നെക്സ്റ്റ് ജനറേഷൻ ആനിമേറ്റേഴ്സ് എന്നുള്ളത് ഇത് 2 ലൈനാക്കി ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. ലേൺ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ലെയർ നമുക്ക് ഇവിടെ അല്പം ചെറുതായിട്ട് ഈ ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അഡ്മിഷൻ സ്റ്റാർട്ടഡ് എന്നുള്ളതും അല്പം ചെറുതാക്കിയിട്ട് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് മാറ്റി വെക്കാം. ഈ ടെക്സ്റ്റിനെ ഞാനൊന്ന് പ്ലേസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇതിനൊരു ഡിസൈനായിട്ട് ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു ആദ്യം ജസ്റ്റ് ഒരു പ്ലേസ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈനിലേക്ക് കടക്കാം. സോ ഒന്ന് പ്ലേസ് ചെയ്യുക. ദെൻ നമുക്ക് ഡിസൈൻ, നമ്മുടെ ക്രിയേറ്റീവ് ചെയ്യാനുള്ള ഒരു ഏരിയ നമ്മളവിടെ കാണണം. ആ ഒരു ഏരിയ കണ്ടുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ. ഈ 2 ടെക്സ്റ്റിൻ്റെയും ഇടയിലായിട്ട് ഞാനൊരു പ്ലേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേസിലാണ് എൻ്റെ ക്രിയേറ്റീവ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. സോ അതവിടെ കിടക്കട്ടെ. ദെൻ നമുക്ക് ഇമേജ് ഓൾറെഡി ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സെൻറ്റർ അലൈൻ ചെയ്ത് വളരെ നീറ്റായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാണ്. താൽക്കാലികമായി ഞാൻ ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാം. ആ ഇമേജ് മാത്രം ഞാൻ അവിടെ വെക്കാം. എൻ്റെ ഒരു ഐഡിയ, എനിക്ക് തോന്നിയ ഒരു ഐഡിയ ഞാനിവിടെ ചെയ്യാൻ പോവാണ്. ആക്ച്വലി നമ്മളിവിടെ ഒരു ഐഡിയ ബിൽഡ് ചെയ്യുമ്പോൾ ഒരു ക്രിയേറ്റീവായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനെ മാറ്റണം. 3D സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആനിമേഷൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിൽ നമ്മളൊരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടറിനെ ആനിമേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു ഐഡിയ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഞാനൊരു വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഔട്ട് വരുന്നുള്ളത് ചെയ്ത് നോക്കാം. എലിപ്സ് ടൂളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എലിപ്സ് വരച്ചു. ഈ കളർ ഞാൻ ഓഫ് ചെയ്തിട്ട് സ്ട്രോക്ക് കളർ ഞാൻ ഓൺ ചെയ്യാണ്. സ്ട്രോക്കിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഒരു പ്ലേസ്മെൻറ്റിൽ ഞാനിത് കൊണ്ടുവെക്കുകയാണ്. അടുത്തത് കൊണ്ടുവരാൻ നമുക്ക് അതിന് ഞാൻ ഡിസ്ട്രോട്ട് ഉപയോഗിച്ചിട്ട് ആ ഒരു ലെഗിന് യോജിക്കുന്ന രീതിയിൽ അതിനെ ഡിസ്ട്രോട്ട് ചെയ്ത് നല്ല രീതിയിൽ വെക്കുകയാണ്. കണ്ടോ, ഇതിൻ്റെ തന്നെ കോപ്പി എടുക്കാം. നമുക്ക് ഹാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. യെസ്, ഡൺ. ഓക്കെ, അപ്പോൾ ഒരു ആനിമേഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമേജ് ആയിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ആ ഒരു ആനിമേഷൻ ക്യാരക്ടർ എന്നുള്ള ഒരു ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു സാധാരണ നമ്മളൊരു PNG ഇമേജ് പോലെ തന്നെയാണ് ഇപ്പോഴും ഇതിനെ ഫീൽ ചെയ്യുന്നത്. കാഴ്ചയിൽ നമുക്കൊരു റിയലിസ്റ്റിക്, നമുക്ക് വാവ് എന്നുള്ളൊരു ഇതിലേക്ക് ഇത് വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു നല്ലൊരു ഷേഡോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ സ്കില്ലുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് വർക്ക് ക്രിയേറ്റീവ് ആവുന്നത്. അപ്പോൾ ഈ PNG ഇമേജിന് നമ്മളൊരു PNG ഇമേജ് അല്ല, ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുമ്പോഴാണ് ഇത് കാണുമ്പോൾ എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ടും നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടും തോന്നുക. അപ്പോൾ നമുക്കതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഈ ഇമേജിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റാസ്റ്ററൈസ് ചെയ്തതിന് ശേഷം Ctrl+U പ്രസ് ചെയ്ത് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് അതിനെ പ്യുവർ ബ്ലാക്ക് ആക്കി. ഓക്കെ, ഈ പ്യുവർ ബ്ലാക്ക് ആക്കിയതിനെ തൊട്ട് താഴെ ഈ ലെയറിൻ്റെ ഒറിജിനൽ ഇമേജിൻ്റെ തൊട്ട് താഴെ വെച്ച് കൊടുത്തു. അതിനുശേഷം ട്രാൻസ്ഫോം ടൂൾ യൂസ് ചെയ്തിട്ട് ഡിസ്ട്രോട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഡിസ്ട്രോട്ട് ചെയ്ത് ഒരല്പം ഡിസ്ട്രോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതിനെ ഞാൻ സ്കെയിൽ ചെയ്ത് കുറച്ച് ചെറുതാക്കി ഒരല്പം താഴത്തോട്ട് മാറ്റി വെച്ചു. ഷേഡോ ഷാർപ്പായിട്ടും ഉണ്ടാവും, സ്മൂത്തായിട്ടും ഉണ്ടാവും. താൽക്കാലികമായി ഞാൻ ഇതിനെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത, കണ്ടു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയി തോന്നുന്ന രീതിയിലുള്ളൊരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ എനിക്ക് ഫിൽറ്ററിൽ മോഷൻ ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം.
സി അപ്പോൾ നമുക്ക് അത്ര നല്ലൊരു ഔട്ടായിരിക്കില്ല ആദ്യം വരിക. അപ്പം നമ്മളിവിടെ കുറച്ച് ആംഗിളിലും ഡിസ്റ്റൻസിലൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല നീറ്റായിട്ടുള്ള ഔട്ട് കിട്ടും. ആംഗിളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഈ ഡിസ്റ്റൻസ് അല്പം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഷേഡോ സ്മൂത്ത്നെസ് ഒക്കെ മാറ്റങ്ങൾ നമുക്ക് വരുന്നതായിരിക്കും. സോ ഒരല്പം സ്മൂത്ത്നെസ് ഞാൻ കൊടുത്തു. ദെൻ ഓക്കെ. അതിനുശേഷം നമുക്കിവിടെ ഒപ്പാസിറ്റിയിൽ ഒരല്പം ഒപ്പാസിറ്റി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷേഡോ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതുകൂടി ഒന്ന് നമുക്ക് റെഡിയാക്കാൻ ശ്രമിക്കാം. ഞാൻ കുറച്ചുകൂടി ഷേഡോ കുറച്ച് കൊടുത്തു. 20% എന്നുള്ള രീതിയിലേക്ക് ഷേഡോ മാറ്റി. വീണ്ടും ഞാനിതിൻ്റെ ഒരു കോപ്പി എടുത്തു. അതിനുശേഷം ഫിൽറ്ററിൽ വീണ്ടും ബ്ലർ ഓപ്ഷനിൽ മോഷൻ ബ്ലർ തന്നെ അപ്ലൈ ചെയ്യാണ്. അതിൽ ഡിസ്റ്റൻസ് ഒരല്പം കൂടുതൽ കൊടുക്കുകയാണ്. അപ്പോൾ വരുന്ന മാറ്റം കണ്ടോ? ഷേഡോ കുറച്ചുകൂടി സ്മൂത്തായി നമുക്ക് വരുന്നുണ്ട്. വീണ്ടും ഒരു കോപ്പി എടുത്തിട്ട് വീണ്ടും നമ്മൾ ഒരല്പം ഇവിടെ നമുക്ക് മൂന്നാമത് എടുക്കുന്ന കോപ്പിയിൽ നമുക്ക് മോഷൻ ബ്ലറോ അല്ലെങ്കിൽ ഗോഷ്യൻ ബ്ലറോ യൂസ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല, ഏതായാലും ഓക്കെയാണ്. ഒരല്പം ചെയ്യാം. അതിനുശേഷം നോക്കൂ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഔട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്രയും ലെയേഴ്സിനെ, അതായത് ഈ 3 ഷേഡോ കൊടുത്തിരിക്കുന്ന ഈ 3 ലെയേഴ്സിനെ തമ്മിൽ സെലക്ട് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് മേർജ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ എറേസർ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ടച്ചപ്പാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടച്ചപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ വരുന്നതായിരിക്കും. സോ ഞാൻ അല്പം ടച്ചപ്പുകൾ ഇവിടെ ചെയ്യാണ്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഔട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതല്ലാന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ടച്ചപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ചിലപ്പോൾ കിട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല എങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ ആ ഔട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഒരു കോപ്പി കൂടി ഇതിൻ്റെ എടുക്കുകയാണ്. ആ കോപ്പിക്ക് വീണ്ടും മോഷൻ ബ്ലർ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ആംഗിൾ ഒരല്പം മാറ്റി കൊടുക്കും. വളരെ ചെറിയ വേരിയേഷൻ മാത്രമേ വരുത്തുന്നുള്ളൂ. ആംഗിളിലൊക്കെ ഒരുപാട് ചെയ്തിട്ട് വൃത്തികേടാക്കുന്നില്ല. അതിനുശേഷം ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് അതിനെ ഒന്ന് നീറ്റാക്കി. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നമുക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഔട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ നല്ല ഔട്ടുകൾ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ അത്രയും നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം വർക്ക് നല്ല എന്താ പറയുക, അത്രത്തോളം നല്ലൊരു ഔട്ടുകൾ നമുക്ക് തരുന്നതായിരിക്കും. സോ ഇവിടെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഷേഡോ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എയറിൽ നിൽക്കുന്ന ഒരു ഫീല് നമുക്കിതിപ്പോൾ വന്നിട്ടുണ്ട്. അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഇമേജ് ലെയറിൻ്റെ മുകളിലായി ഒരു ന്യൂ ലെയർ ആഡ് ചെയ്യാണ്. ഈ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, പാൻഡയുടെ ഇമേജിലേക്ക് ബ്ലാങ്ക് ലെയർ മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഇവിടെ, അതായത് ഈ ബോട്ടം പാർട്ടിൽ ഒരല്പം ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാം. കണ്ടില്ലേ? ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ഞാൻ ഒന്ന് ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഒരു ചെറിയ ഔട്ട്പുട്ടാണ്, ചെറിയൊരു കാര്യമാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ കാര്യം ചെയ്തപ്പോഴേക്കും നമ്മുടെ വർക്കിൽ വന്ന മാറ്റം ഒരു നല്ലൊരു റിയലിസ്റ്റിക് ഫീൽ നമുക്ക് അവിടെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ 3 ലെയർ, നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്ന 3 ലെയറും ഒരു ഗ്രൂപ്പ് ആക്കാം. ഇനി നമുക്ക് അതിനെ എവിടത്തേക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു ഔട്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റായി അത് മാറി അല്ലേ? ആ ഒരു ക്രിയേറ്റീവ്, ആ ഒരു ഇമേജ് അത്രയും നല്ലൊരു അട്രാക്റ്റീവായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ബ്ലാങ്ക് സ്പേസിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഇനി എനിക്ക് ചെയ്യാനുള്ളത് ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് ഓൺ ചെയ്യാം. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഉള്ളത്. നമുക്കിനി ഇതിനെ ഒന്ന് നീറ്റായി ഒരു ടൈപ്പോഗ്രാഫി രൂപത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ താഴെ ഇരിക്കുന്ന 2 ടെക്സ്റ്റും ഹൈഡ് ചെയ്യാം. ദെൻ മുകളിലുള്ള ഈ ടെക്സ്റ്റിനെ നമുക്ക് 2 ലെയറാക്കി മാറ്റാം. വി മേക്ക് നെക്സ്റ്റ് ജനറേഷൻ ആനിമേറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു വേർഡ് എന്ന് പറയുന്നത് ആനിമേറ്റേഴ്സ് എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ ആനിമേറ്റേഴ്സ് എന്നുള്ള വേർഡിനെ ഹൈലൈറ്റ് ചെയ്യാം. സോ 2 ലെയറാക്കി നമുക്ക് മാറ്റാം. കോപ്പി എടുക്കുക, അതിൽ ആനിമേറ്റേഴ്സ് എന്നുള്ള വേർഡ് ഒഴിവാക്കിയതിന് ശേഷം രണ്ടാമത്തെ ലെയറിൽ വി മേക്ക് എന്നുള്ള വേർഡ് കൂടി ഒഴിവാക്കാം. പിന്നെ നമുക്ക് വി മേക്ക് നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ളത് ഒരല്പം ചെറുതാക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ദെൻ ആനിമേറ്റേഴ്സ് എന്നുള്ള വേർഡിനെ നല്ല രീതിയിൽ വലുപ്പം കൊടുക്കുക. എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയി കൊടുക്കാം. ഇനി നമുക്ക് താഴെ ഇരിക്കുന്ന കണ്ടന്റുകളൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് നീറ്റാക്കാം. കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിന് നല്ലൊരു ഫോണ്ട് ചൂസ് ചെയ്യണം. ഈ ഫോണ്ട് ചൂസ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഫോണ്ടാണ്.
ഈ ഒരു ഫോണ്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ആക്കാം എല്ലാം. ടെക്സ്റ്റിനെ ഒന്ന് നല്ല അലൈൻ ചെയ്തൊന്ന് നീറ്റാക്കി കൊണ്ടുവരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്തു വെച്ചിട്ടേ ഉള്ളൂ. ഒന്നുകൂടി നല്ല രീതിയിൽ ആവശ്യത്തിനുള്ള വലുപ്പവും സൈസും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുള്ള സൈസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് നീറ്റാക്കാം. ഈ ആനിമേറ്റേഴ്സ് എന്നുള്ള വേർഡ് ഞാൻ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ബോൾഡ് കൊടുക്കുകയാണ്. ഇപ്പം താഴത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ കൂടി നമുക്കിതിന് വലുപ്പം കൊടുക്കാം. നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള വേർഡ് കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഞാനവിടെ 2 സ്പേസ് കൊടുത്തു. അതിനുശേഷം റൗണ്ടഡ് റെക്റ്റാങ്കുലർ ടൂൾ യൂസ് ചെയ്തിട്ട് അതിന് മാത്രം ഒരു ബോക്സിനകത്തേക്ക് മാറ്റുകയാണ്. ആ ബോക്സിന് നല്ലൊരു കളർ കൂടി നമുക്ക് ചൂസ് ചെയ്യാം. ഇത്രയും ചെയ്തത് ഒരു ഗ്രൂപ്പ് ആക്കാം. നമുക്ക് ലേൺ ആനിമേഷൻ ഫ്രം ആർട്ടേഴ്സ് അക്കാഡമി എന്നുള്ള ഈ ഒരു ടെക്സ്റ്റിന് ഈ ഒരു സൈസ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യാം. ഈ ഇമേജിനെ നമുക്ക് സെലക്ട് ചെയ്ത് ഒരു അല്പം കൂടി ചെറുതാക്കാം. എല്ലാം കൂടി കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫീല് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ അഡ്മിഷൻ സ്റ്റാർട്ടഡ് എന്നുള്ളത് നമുക്കൊരു ബോക്സിലേക്ക് മാറ്റാം. നമുക്കതിനൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ബട്ടൺ ആയതുകൊണ്ട് തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ നമുക്കവിടെ ചൂസ് ചെയ്യാം. ഈ ആനിമേഷൻ എന്നുള്ളതിന് നമുക്ക് ഈ ഒരു കളർ കൊടുത്ത് നോക്കാം. അത്യാവശ്യം അട്രാക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇതിന് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ, നല്ലൊരു വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ഫൈനലി നമുക്കൊരു ചെറിയൊരു കാര്യം നമ്മൾ ആദ്യമേ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ, അഡ്രസ്സ് കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നല്ലൊരു ഫോണ്ടിലേക്ക് മാറ്റിയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഏത് ഫോണ്ടാണോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആ ഫോണ്ട് തന്നെ ചൂസ് ചെയ്യാം. ദെൻ മൊബൈൽ നമ്പർ കാണാൻ അത്ര ഒരു അട്രാക്ഷൻ ഇല്ലാതെ ഈ ഒരു ഫോണ്ടിൻ്റെ പ്രത്യേകതയാണത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫോണ്ട് മാത്രം ഒന്ന് മാറ്റി കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു കാര്യം ഇവിടെ ചെയ്യാൻ പോവാണ്. ഗൂഗിളിൽ പോയിട്ട് ക്ലൗഡ്സ് എന്ന് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ക്ലൗഡ്സ് PNG നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ക്ലൗഡ് ഇമേജുകൾ നമുക്ക് കിട്ടും. PNG ഇമേജുകൾ തന്നെ ക്ലൗഡ് PNG ഇമേജുകൾ നമുക്ക് കിട്ടും. അത് കൊണ്ടുവന്നിട്ട് നമുക്കിതൊന്ന് പ്ലേസ് ചെയ്യാം. ആ ക്ലൗഡ് ഇമേജിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യാണ്. അതിൻ്റെ ബാക്കിലായിട്ട് ഒന്ന് പ്ലേസ് ചെയ്യാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഏകദേശം ഈ ഇവിടെയായിട്ട് ഒന്ന് പ്ലേസ് ചെയ്യണം. കണ്ടോ, ചെറിയൊരു ഡിഫറൻറ്റ് കണ്ടോ? കാണാൻ തന്നെ നമുക്കൊരു നീറ്റായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ഇമേജായി മാറി. ഇപ്പോൾ അത് കണ്ടോ, നേരത്തെ നമ്മളിതില്ലാത്ത സമയത്ത് കണ്ടോ ഓക്കെയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്താലും ഡിസൈൻ നല്ല ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ചെറിയൊരു ക്ലൗഡ് ഇമേജ്, ഒരു PNG ഇമേജ് 2 കൊണ്ടുവന്നിട്ട് നമ്മൾ ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് കാണാൻ അട്രാക്റ്റീവ് ആവും. നല്ലൊരു ക്രിയേറ്റീവ് ഫീൽ നമുക്കവിടെ വരും. എന്തെങ്കിലുമൊക്കെ എലമെൻറ്റുകൾ കൊണ്ടുവന്ന് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വർക്ക് ക്രിയേറ്റീവ് ആകുന്നത്. ഇനി നമുക്ക് ഈ ഒരു എലമെൻറ്റിന് കൂടി ഷേഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഷേഡോ കൊടുത്താൽ ഇനിയും ഇത് നല്ലൊരു എഫക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഡിഫറൻസ് കണ്ടോ, നേരത്തേക്കാളും ഭംഗിയായി. ഇത്രയും ചെയ്തപ്പോഴേക്കും നമ്മുടെ ക്രിയേറ്റീവ് ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഇനിയും നമുക്ക് ഇതിനെ അട്രാക്റ്റീവ് ആക്കാം. ഇതൊരു ഫൈനൽ ടച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ച് കളർ ചേഞ്ചിങ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ചിങ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യേണ്ടതാണ്. അതുകൂടി ചെയ്താൽ ഈ ഔട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഞാനിവിടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഞാൻ ഈ ഒരു കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ടെക്സ്റ്റുകളുടെയും കളറൊന്ന് മാറ്റം വരുത്തി നീറ്റാക്കാം. നമുക്ക് ഇതൊരു ഫൈനൽ ടച്ച് നമുക്ക് ഇതിന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഫൈനൽ ടച്ച് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഡിസൈൻ അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഡിസൈൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വളരെ നല്ല ഔട്ട്പുട്ടുകൾ നമുക്ക് കിട്ടും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് പാഷനേറ്റോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ വർക്ക് ചെയ്യുന്നു, അത്രത്തോളം നമ്മുടെ വർക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിക്കൊണ്ടേയിരിക്കും, ക്രിയേറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. നന്നായി പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി വർക്കുകൾ നമുക്ക് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്